രാവിലെ മുതൽ ഏറ്റവും കൂടുതൽ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു നടി അഞ്ജുവിൻ്റെ അറസ്റ്റ്. ഡ്രഗ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു നടി അഞ്ജുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അഞ്ജുവിൻ്റെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. പൊട്ടിത്തെറിച്ച നടി അഞ്ജു കൃഷ്ണ ഇപ്പോൾ എത്തുകയാണ്. യഥാർത്ഥത്തിൽ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചില തെറ്റിദ്ധാരണകളാണ് എന്നാണ് പറയുന്നത്. അന്ന് നാടക നടി, ഇന്ന് സിനിമാ നടി അഞ്ജു കൃഷ്ണ അശോകിനെ വിടാതെ പിന്തുടർന്ന പേരുദോഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറസ്റ്റിലായ നടിയുടെ പേര് അഞ്ജു കൃഷ്ണ എന്നാണ്. എന്നാൽ എല്ലാവരും ചിത്രങ്ങൾ കൊടുക്കുകയും എല്ലാവരും പരിഹസിക്കുകയും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് മറ്റൊരു നടിയാണ്. ഇതാണ് ഇപ്പോൾ വലിയ വാർത്തയ്ക്ക് പ്രാധാന്യമായി തന്നെ മാറുന്നത്. ചെന്നൈയിൽ രാസലഹരി മരുന്ന് വേട്ടയിൽ മലയാളി യുവനടി അഞ്ജു കൃഷ്ണ അറസ്റ്റിലായതോടെ വീണ്ടും പുലിവാല് പിടിച്ചത് നടി അഞ്ജു കൃഷ്ണ അശോകാണ്. അറസ്റ്റിലായ അഞ്ജുവിൻ്റെ ചിത്രങ്ങൾക്ക് പകരം അഞ്ജു കൃഷ്ണ അശോകിൻ്റെ ചിത്രങ്ങൾ ചില ഹിന്ദി, തെലുങ്ക് മാധ്യമങ്ങൾ തെറ്റായി തന്നെ നൽകിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പുലിവാലായി മാറുന്നത്. ചിത്രങ്ങൾ മോശമായി പ്രചരിച്ചതോടെ സ്വന്തം അക്കൗണ്ടും നടി പ്രൈവറ്റാക്കി. ഇതാദ്യമായിട്ടല്ല. അഞ്ജു കൃഷ്ണ അശോകിന് സമാനമായ സാഹചര്യം ഇതിനു മുൻപും നേരിടേണ്ടി വരുന്നതെന്ന് മറ്റൊരു സങ്കടകരമായ വസ്തുതയുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ തൻ്റെ ചിത്രങ്ങൾ മോശമായ രീതിയിൽ തന്നെ പേരുദോഷത്തിനിടയിലും വിവാദങ്ങൾക്കിടയിലും വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടെന്നും പലരും ഇതിനെക്കുറിച്ചൊന്നും നോക്കാതെയാണ് ചെയ്യുന്നതെന്നും അതത്ര നല്ല കാര്യമല്ലെന്നും അതൊരു തെറ്റായ രീതിയാണെന്നും നിങ്ങളിതെല്ലാം തന്നെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടതെന്നും ശ്രദ്ധിക്കേണ്ടതാണെന്നുമാണ് നടി പറയുന്നത്. 2023 തൃക്കാക്കര MDMAയുമായി നാടക നടി അഞ്ജു കൃഷ്ണ പിടിയിലായപ്പോഴും പഴി കേൾക്കേണ്ടി വന്നത് അഞ്ജു കൃഷ്ണ അശോകിനായിരുന്നു. അന്ന് നടിയുടെ പേര് വെച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം തെറ്റായ വാർത്തകൾ വന്നിരുന്നു. ആ നടി താനല്ലെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഈ രീതിയിൽ തുടർന്നു പോയാൽ നിയമപരമായി നടപടി സ്വീകരിക്കാൻ നിർബന്ധിതയാകുമെന്നും അഞ്ജുവിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്ന് പറയേണ്ടി വന്നു. തൃക്കാക്കര കേസിൽ 56 ഗ്രാം MDMAയുമായി പിടിയിലായ കഴക്കൂട്ടം സ്വദേശിനി അഞ്ജു കൃഷ്ണ താനല്ലെന്ന് തെളിയിക്കാൻ നടി അഞ്ജു കൃഷ്ണ അശോകിന് അന്നേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അതിനിടയിലാണ് നടിയായ അഞ്ജു കൃഷ്ണ സമാനമായ ലഹരിക്കേസിൽ അകപ്പെടുന്നത്. ജോജു ജോർജ് അഭിനയിച്ച ആരോ എന്ന തമിഴ് ചിത്രമായ വെള്ളിമലയിൽ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച അഞ്ജു കൃഷ്ണയാണ് ഇപ്പോൾ അറസ്റ്റിലായതെന്ന് പലർക്കും അറിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അഞ്ജു കൃഷ്ണ എന്ന പേരിൽ തന്നെ കിട്ടുന്ന ചിത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൽ പലതും തന്നെ അഞ്ജു കൃഷ്ണ എന്ന യഥാർത്ഥ പ്രതിയുടേതല്ല, മറിച്ച് അഞ്ജു കൃഷ്ണ അശോക് എന്ന ഈ നടിയുടേതാണ്. അത് കേൾക്കുമ്പോൾ തന്നെയാണ് കൂടുതലും സങ്കടമായി മാറുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലും പല രീതിയിൽ തന്നെ ചിത്രങ്ങൾ മാറ്റപ്പെടുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചകൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാധകർക്ക് തന്നെ വളരെയധികം നന്നായി ഇത് അറിയാമെങ്കിലും പലരും ഇത് പ്രതികരിക്കുമ്പോൾ മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ കൊടുക്കുന്നത്. മാധ്യമങ്ങൾക്കിടയിൽ തന്നെ പെട്ടുപോവുകയാണ് എന്നും പലരെയും വിളിച്ചത് മാറ്റാൻ പറഞ്ഞിട്ടും ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ലെന്നും നടി പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.